എല്ലാം മരിഞ്ഞ പൊറാട്ട റെഡി ആൻഡ് ഫൈനലി നമ്മളെ കാന്താരി പ്രോൺസ്. ഹൗ ടു മേക്ക് കാന്താരി പ്രോൺസ് ഇൻ 5 minutes. സോ കാന്താരി പ്രോൺസ് ഉണ്ടാക്കാൻ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, വേറെ അല്ല, ഹനാൻ. 5 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ കാന്താരി പ്രോൺസ് ഉണ്ടാക്കാൻ പോകുന്നത്. കാന്താരി പ്രോൺസിന് എന്തൊക്കെയാണ് ആവശ്യം? കാന്താരി വേണം, പക്ഷെ നമ്മൾ കാന്താരി ഇല്ല. പച്ചമുളക് അഡ്ജസ്റ്റ് ചെയ്യും, ജീരക അഡ്ജസ്റ്റ്മെന്റ്. ചെമ്മീൻ വേണം, ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ തേങ്ങാപ്പാൽ. മാഗിയുടെ ക്രീമി കോക്കനട്ട് പൗഡർ എന്നാണ്. ഇങ്ങനത്തെ 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. കാന്താരി പ്രോൺസ്. ഓക്കെ, അതിൽ തന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. മാഗിന്റെ ആ പൗഡറും കുറച്ച് വെള്ളവും ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ തേങ്ങാപ്പാലും റെഡിയായി. ഇനിയാണ് മെയിൻ തിങ്. ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടാവാൻ കാത്തിക്കുക. അതിനുശേഷം നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒന്ന് ഇട്ടിട്ട് മിക്സ് ആക്കി കൊണ്ട് നേരത്തെ ഉണ്ടാക്കിയ തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം പണി. ഇനിയാണ് ഈ ഡിഷിന്റെ മെയിൻ തിങ്. ക്ലീൻ ആക്കിയ ചെമ്മീൻ എടുത്തിട്ട് ആ ഉണ്ടാക്കിയ തേങ്ങാപ്പാലിന്റെ മേലെ ഇങ്ങനെ വെച്ചു. ആ തേങ്ങാപ്പാലും ചെമ്മീനും ഏകദേശം മിക്സ് ആയതിനു ശേഷം കുറച്ച് കുരുമുളകും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടെടുക്കുക. അതിനുശേഷം ചെറുങ്ങനെ ഒന്ന് അടിച്ചു വെക്കുക അല്ലെ. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ചെമ്മീനും തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി ഈ ഒരു കളറിലേക്ക്. ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടി കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം മരിഞ്ഞ പൊറാട്ടയും ആൻഡ് ഫൈനലി നമ്മളെ കാന്താരി പ്രോൺസ്. സത്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ ഈ സാധനം. ഒരു പൊറോട്ടന്റെ ഒരു പീസ് എടുത്തിട്ട് ആ ഒരു ഗ്രേവിയോ ഒരു ചെമ്മീനും കൂടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് തന്നെയായിരുന്നു. സോ ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല കുക്കിംഗ് വീഡിയോസിന് വേണ്ടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരി, ബൈ.